ഹായ്. അപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ കുണുവാവോടാണ്. കുണുവാവെ ലൈവൊക്കെ കണ്ടു, വളരെ ഗംഭീരം. അപ്പോൾ എന്താ പറഞ്ഞത്, എൻ്റെ പേരിൽ കേസ് കൊടുത്തു ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എനിക്ക് പറയാനുള്ളത് വേറൊന്നാണ്. ഇനിയും മുസ്ലിങ്ങളെ നിയമം പഠിപ്പിക്കാൻ നിൽക്കരുത്. നിയമം നീ പാലിക്ക്, എന്നിട്ട് മറ്റുള്ളവരെ നിയമം പഠിപ്പിക്കും. ഓക്കെ? അപ്പം നീ ഇങ്ങനെ നിനക്ക് തോന്നിയ പോലെ എൻ്റെ ജീവിതം ഞാൻ ജീവിച്ച് തീർക്കും, ഞാൻ ചിലപ്പോൾ ഡിവോഴ്സ് ആകാതെ ഞാൻ വേറൊരുത്തിൻ്റെ കൂടെ കഴിയും, അതിന് നിങ്ങൾക്കെന്താ എന്ന് പറയുകയും ചെയ്യും. മുസ്ലിങ്ങൾ 2 കെട്ടാൻ പാടില്ല, 3 കെട്ടാൻ പാടില്ല, അവർ നിയമം പാലിക്കുന്നില്ല എന്ന് പറയും. ആദ്യം നീ നിയമം പാലിക്ക്. ഓക്കെ? എന്നിട്ട് നീ മറ്റുള്ളവരുടെ നിയമം പറഞ്ഞു കൊടുക്ക്. ഓക്കെ? അപ്പം പറയാൻ വന്നത് ഇതുള്ളൂ. അവരുടെ മണ്ടയ്ക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിന്റെ മണ്ടയ്ക്ക് കയറും, അത് ഉറപ്പാണ്. വരും, അപ്പോഴേ വരൂ ഇനി, കേട്ടാ. നിന്നെപ്പോലെ 24 മണിക്കൂർ അങ്ങനെ ഇങ്ങനെ ഇവരുടെ കുടുംബം ഇങ്ങനെ മറ്റവരുടെ കുടുംബം അങ്ങനെ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇനി നീ മുസ്ലിങ്ങൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഞാൻ വരും. അതുപോലെ കുഞ്ഞു കുട്ടികളെ ട്രോളാൻ നിന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ മുക്കുന്നവരെ ഞാൻ ശബ്ദിക്കും. മനസ്സിലായില്ലേ? നീ മുക്കിയല്ലോ, ഒരു വീഡിയോ മുക്കിയല്ലോ, പേടിച്ച് തൂറി മെഴുകിയിട്ട് മുക്കിയല്ലോ, അത് മതി, അതിൽ ഞാൻ വിജയിച്ചു. ഓക്കെ? അപ്പം എനിക്ക് പറയാനുള്ളത്, പലരും കമൻ്റ് ഇടും, കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കി. കമൻറ്റ് കാണാൻ വയ്യെങ്കിൽ, കുണുവാവിക്ക് കമൻറ്റ് കാണാൻ വയ്യെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കേ. മനസ്സിലായ? ബാഡും നല്ലതും ചീത്തയായിട്ടുള്ള കമൻറ്റ് വരും. ഇത് സോഷ്യൽ മീഡിയ ആണ്, അല്ലാതെ നിന്റെ തറവാട് സ്വത്തല്ല. അപ്പോൾ പല രീതിയിലുള്ള കമൻറ്റുകൾ വരും. അത് കാണാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുക. പിന്നെ അതുപോലെ വർഗീയത തുപ്പാൻ നിൽക്കുക, മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുക, അവരെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ വരും. പൊറോട്ടയ്ക്ക് മാവ് അടിക്കണ പോലെ അടിച്ച് നിന്റെ അണ്ണാക്കിൽ ഞാൻ തരും. പിന്നെ നിന്റെ വീഡിയോ മുങ്ങും, എൻ്റെ വീഡിയോ പൊങ്ങും. മനസ്സിലായില്ലേ? നീ കുറെ നിയമം പഠിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോ ഇട്ടിട്ട് എത്ര ഷെയർ പോയി, എത്ര ലൈക്ക് കിട്ടി? അതേ സ്ഥാനത്ത് ഞാൻ ഇട്ടിട്ട് ഫാസിൽ കോക്ടൈലിൻ്റെ പേജിനകത്ത് 100K വ്യൂസ് പോയി. അപ്പം ശരി ഏത് തെറ്റെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം പൊന്നാര മുത്തുമണിയെ മാണിക്കക്കല്ലേ കുഞ്ഞുവാവേ കുണ്ണുവാവേ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഞാനിനി എപ്പോഴെപ്പോഴും ലൈവ് വരാൻ എനിക്ക് പറ്റത്തില്ല, കാരണം എനിക്ക് ഇതേ തന്നെയല്ല തൊഴിൽ. അതുകൊണ്ട് നീ എന്നെ വരുത്തിക്കരുത്. പിന്നെ ഇനി എന്തൊക്കെ നീ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാലും, എന്തൊക്കെ എന്നെ ഇനി പറഞ്ഞാലും, ഇനി 24 മണിക്കൂറും അരിയരമാൻ പാടിയാലും ഞാൻ പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴും പറയണു, മുസ്ലിങ്ങളുടെ മണ്ടയ്ക്ക് കയറണോ വർഗീയ വേഷം തുപ്പാനോ നിൽക്കരുത്. ഞാൻ വന്ന് പൊറോട്ടയ്ക്ക് മാവടിച്ച് അണ്ണാക്കി തരും. ഓക്കെ?